രാജാതിരാജനായ അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനെ നന്ദിയുള്ളവരായി തീരുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പകരം നന്ദികേട് നമ്മളിൽ നിന്നുണ്ടായാൽ അല്ലാഹു തആല നൽകിയ സമാധാനം അല്ലാഹു എടുത്തുകളയും. ഒന്ന്. രണ്ട്, അല്ലാഹു തആല നൽകിയ സുഭിക്ഷത അല്ലാഹു എടുത്തു കളയുകയും രൂക്ഷമായ പട്ടിണിയിലേക്ക് നമ്മളെ തള്ളി വീഴ്ത്തുകയും ചെയ്യുമെന്ന്, തള്ളിവിടുകയും ചെയ്യുമെന്ന് രാജാതിരാജനായ അല്ലാഹു തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെടണം. ഇതിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കേരളക്കാരായ നമ്മളെക്കുറിച്ച് പറഞ്ഞതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മളെക്കുറിച്ച് പറഞ്ഞതാണോ? എന്താ? അലം തറ കൈഫ ലറബല്ലാഹു മതലൻ ഖറിയ കാനത് ആമിനതൻ മുത്മഇന്ന. നിർഭയമായ ഒരു പ്രദേശം, സുഭിക്ഷമായി ജീവിച്ചിരുന്ന ഒരു ജനത. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആ ഗ്രാമത്തിന്റെ ഉപജീവനം ആ ഗ്രാമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഭക്ഷണം. അങ്ങനല്ലേ കേരളക്കാർ? നമ്മളൊക്കെ നാട്ടിൽ ഭക്ഷണത്തിന് ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഉണ്ടോ? ഇല്ല. ഭക്ഷണത്തിന് കഷ്ടപ്പാടുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവ്. ഇപ്പൊ അടുത്തൊരു റിപ്പോർട്ട് വന്ന കണ്ടില്ലേ, ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരള. ഇതിന്റെ കാരണം എന്താ? കേരളത്തിന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്, കേരളക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ സുഭിക്ഷത കൈവന്നത് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ കണ്ടാണ്. അങ്ങനല്ലേ? നമ്മൾ ഇന്ന് രാത്രിയല്ലേ വൈകുന്നേരം കഴിച്ച ഭക്ഷണവും ആ ഭക്ഷണത്തിന്റെ വഴി നമുക്ക് അല്ലാഹു തുറന്നു തന്നത് ഗൾഫ് രാജ്യങ്ങൾ മുഖേനയാണ്. യുഎഇന്നാണ്, സൗദിന്നാണ്, കുവൈത്ത്ന്നാണ്, ഖത്തർന്നാണ്, ഒമാൻന്നാണ്. ഇപ്പൊ കുറെ കുട്ടികൾ ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോവാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായും GCC രാജ്യങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിലെ ജീവിത സൗകര്യങ്ങളിലെ സുഭിക്ഷതയ്ക്ക് കാരണം. അല്ലേ? നമ്മുടെ ജീവിത നിലവാരം ഉയർന്നത് അങ്ങനെയാണ്. അങ്ങനല്ലേ? അല്ലേ? അതെന്താ മിണ്ടാത്താണോ? ആണ്. ഈ സദസ്സിലുള്ള പ്രായമുള്ള ഉപ്പമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അവരുടെ ചെറുപ്പകാലത്ത് എല്ലാ നേരവും ചോറ് വയ്ക്കാനെന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഉണ്ടോ? എല്ലാ നേരം ചോറ് വയ്ക്കല്ലോ? ഇല്ല. കഞ്ഞി കുടിക്കാം. കഞ്ഞിയിൽ തന്നെ വറ്റുണ്ടാവില്ല. ഉള്ള വറ്റന്നെ വീട്ടിൽ പള്ളി ദർസിൽ ഓതിപ്പടിക്കുന്ന മുതഅല്ലിമായ കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് തോനെ വറ്റുള്ള കഞ്ഞിയായിട്ട് കൊടുക്കും. വെള്ളം മാത്രം കുടിച്ച് എത്ര പട്ടിണിയെ കത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയുന്നത് ഒരു 50 or 60 കൊല്ലം മുമ്പ് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ്. ഇന്ന് നിങ്ങൾ നല്ല അടിപൊളി ടയർ റോട്ടിൻ്റെ ആക്കിയിട്ട് രാവിലെ നാസ്ത കഴിച്ചിട്ടുണ്ടാവും. ഒരു 60 കൊല്ലം മുമ്പ് പല വീട്ടിലെയും നാസ്ത എന്തായിരുന്നു എന്നറിയോ? അരി വറുത്തതോ അവിലിടിച്ചതോ കട്ടൻ ചായ ആയിരുന്നു. കട്ടൻ ചായയിൽ പഞ്ചസാര ഇടുന്നില്ല. കിട്ടിയെങ്കിലായി ഒരു കഷ്ണം ശർക്കര കടിച്ചിട്ട് ചായ കുടിച്ചിരുന്ന കാലുണ്ടായിരുന്നു. ചിന്തിക്കണം. നമ്മൾ എങ്ങോട്ട് മാറി വന്നു എന്ന് ആലോചിക്കാൻ ഞാൻ പറയാം. കാരണം നമുക്ക് സമയമില്ലല്ലോ ചിന്തിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ ഭക്ഷണത്തിൽ നമുക്ക് വന്ന സുഭിക്ഷത. എത്ര സുഭിക്ഷതയാണ്. അങ്ങനല്ലേ? പണ്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പണ്ട് ഒരു സൽക്കാരത്തിന് ഒരു കോഴിനെ അറക്കുക. 25-30 ആളുകൾക്ക് ഒരു കോഴിയോ 2 കോഴിയോ. എന്നിട്ടോ ഒരാൾക്ക് ഒരു കഷ്ടം കിട്ടിയെങ്കിലായി. അതല്ലേ? കറിയാണ് അധികം ആളുകൾക്കും കിട്ടുക. പുതിയാപ്പള സൽക്കാരത്തിന് പോയാൽ പുതിയാപ്പളിൻ്റെ കൂടെ വന്ന 10-30-40 ആളുകൾക്ക് 2-3 കോഴി അറുത്തിട്ടുണ്ടാവും. ആ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നെയ്ച്ചോറിൻ്റെ മേലെ കോഴിയുടെ നെഞ്ചിൻ്റെ ഭാഗമുണ്ട്, അത് പൊരിച്ചിങ്ങനെ റെഡിയാക്കിയിട്ട് ആ നെയ്ച്ചോറിൻ്റെ മേലെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അത് പുതിയാപ്പൾക്കുള്ളതാന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആടെ വന്ന എല്ലാവർക്കും അത് പുതിയാപ്പൾക്കുള്ളതാണ്. ആരും തൊടൂല. ഇന്നാണെങ്കിലോ ആദ്യം ചങ്ങായിമാർ പോയിട്ട് അത് കഴിച്ചിട്ട് അതിൻ്റെ എല്ല് ചിലപ്പോൾ അതിൻ്റെ മേലെ കുത്തി വെച്ചു എന്ന് വരും. ഇന്നത്തെ കാലമാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആരും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് പുതിയാപ്പൾക്കുള്ളതാണ്. പക്ഷേ വന്ന എല്ലാവരും മാന്യമായി ഇത് കൈകാര്യം ചെയ്തിരുന്നൊരു കാലുണ്ടായിരുന്നു. ചിന്തിക്കണം. അനധിവിദൂരമല്ലാതെ ഒരു അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയില്ല. വിശുദ്ധ ഖുർആൻ വളരെ ഗംഭീരമായ രീതിയിൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭക്ഷണത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച്, സുഭിക്ഷത കൈവന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 40-50 വർഷത്തിനിടയിലുണ്ടായ മാറ്റം. അന്ന് 50 ആളുകൾക്ക് 1, 2, 3 കോഴി അറുക്കുക. ഇന്ന് 50 ആളുകൾക്ക് 100 കോഴിയാണ്. 50 ആളുകൾക്ക് ഓരോ ആൾക്ക് ഓരോ കോഴി. അങ്ങനല്ലേ അല്ലേ? അല്ലേ? അങ്ങനല്ലേ ഇവിടെയൊക്കെ? അങ്ങനെ തന്നെ. നിങ്ങൾ മിണ്ടാത്ത ഇവിടെ നിന്നല്ല, എല്ലാ നാട്ടിലും അങ്ങനെ. ഓരോ ആളുകൾക്ക് ഓരോ കോഴി, ഓരോ കോഴിൻ്റെ പുറമെ ഓരോ ആവൂലി. ആ ആവൂലി എങ്ങനെ കൊണ്ടുവച്ചത്? അത് കടലിൽ നിന്ന് മത്സ്യബന്ധനക്കാർ മത്സ്യബന്ധനം പിടിച്ചു നടത്തിയിട്ട് കൊണ്ടുവരുന്ന ബോട്ട് ലോറിയിൽ വെച്ചിട്ട് എത്രയോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് മുറ്റത്ത് സ്ഥാപിച്ചിട്ട് അതിലിങ്ങനെ മീൻ വെച്ചിട്ട് അപ്പം ചുട്ടു കൊടുക്കുകയും പൊരിച്ചു കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭക്ഷണത്തിൽ വന്ന സുഭിക്ഷത മാറ്റം. പഴയ കാലത്തൊരു മംഗളത്തിന് പോയ ഒരൈറ്റംസ് ഉണ്ടാകുക, ഇന്നൊരു മംഗളത്തിന് പോയാലോ 2, 25-30 ഐറ്റംസാണ് ഭക്ഷണത്തിൽ വന്ന സുഭിക്ഷതയുടെ രീതി. ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. ഇതെവിടുന്ന് വന്നറിയോ? ഇത് നമുക്ക് ഭക്ഷണത്തിൽ അല്ലാഹു തആല തുറന്നു തന്ന റബ്ബിന്റെ നിഅമത്തിന്റെ വഴികളാണ്. ആ വഴി നിങ്ങൾ ചിന്തിക്കണം. ഒരു 60 കൊല്ലം മുമ്പ്, 70 കൊല്ലം മുമ്പുള്ള നമ്മുടെ വല്യാപ്പാരും വല്യമാരും പട്ടിണി കിടന്ന് ഉള്ളത് കൊണ്ട് വിശപ്പടക്കിയിട്ട് നിസ്കാരപ്പായിൽ ഇങ്ങനെ ഇരുന്നിട്ട് റബ്ബിനോട് ദ്വാരക്കാൻ, ചൊനെ ഞങ്ങളെ പട്ടിണി ഒന്ന് മാറ്റിത്ത അല്ലാ എന്ന് വല്യമ്മ നിസ്കാരപ്പായിൽ കിടന്നിട്ട് ഇരുന്നിട്ട് കരഞ്ഞു ദുആ ചെയ്തതിൻ്റെ ഗുണം അല്ലാഹു തആല അവർക്കല്ല കൊടുത്തത്, അവരുടെ മക്കളായ പേരമക്കളായ നമുക്കാണ് അല്ലാഹു തആല തന്നത്. ഇതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ഗുണം അന്നല്ല ഇന്ന് മക്കയിൽ പോകുന്ന ആളുകൾ അനുഭവിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനല്ല അല്ലാഹു തആല ആ ദുആയുടെ ഗുണം കൊടുത്തത് പിൽക്കാലത്തുള്ള ആളുകൾക്കാണ്. അതേപോലെ പ്രിയമുള്ളവരെ, കിട്ടിയത് കിട്ടിയിട്ട് കിട്ടിയതെടുത്ത് വിശപ്പടക്കാൻ കഠിനാധ്വാനം ചെയ്ത പാവപ്പെട്ട നമ്മുടെ വലിയുപ്പമാരും വലിയുമ്മമാരും റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്ത ആ ദുആയുടെ ഗുണം പടച്ച റബ്ബ് നമുക്കാ തന്നത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. കൈതോലപ്പായിൽ കിടന്നുറങ്ങിയവരായിരുന്നവർ അല്ലേ? അന്നത്തെ ഏറ്റവും നല്ല ബെഡ് എന്ന് പറയുന്നത് അച്ചിപ്പായ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കിടക്കുന്നത് നമ്മളെ തന്നെ ഒരു 4-5 തവണയൊന്നിങ്ങനെ ആട്ടിക്കുലുക്കി തരുന്ന ബെഡുകളിലാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ കിടക്കുന്നത് എവിടെയെന്നറിയോ? ഈ വീട് നമ്മൾ നിർമ്മിച്ചത് നമ്മുടെ പിതാമഹന്മാർ ഒന്നുമില്ലാതെ വെറും കട്ടിലിൽ കിടന്നിരുന്ന സ്ഥലത്ത് അവർ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് ചെയ്ത ദുആയുടെ ഗുണം പടച്ച റബ്ബ് നമുക്കാ തന്നത്. അവരുടെ മക്കളും പേരമക്കളുമായി നമുക്കാണ് അല്ലാഹു തആല തന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഒരുപാട് സമയം എൻ്റെ മുമ്പിലില്ല. എല്ലാ മേഖലയും ഒന്ന് പോയിട്ട് ഒന്നാലോചിച്ചു നോക്ക് നിങ്ങൾ. വന്ന മാറ്റം എന്തൊക്കെയാണ് എന്ന്. എങ്ങനെ വന്നു എന്നറിയോ? വല്ലിപ്പയും വൈമ്മയും അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു തആല ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണപ്പാടങ്ങൾ കണ്ടെത്താനുള്ള തൗഫീഖ് ചെയ്തു ആ നാട്ടുകാർക്ക്. അവിടെ എണ്ണപ്പാടങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് തോന്നി ജോലിക്ക് വേണ്ടി വിദേശികളെ കൊണ്ടുവരാമെന്ന്. നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്തു. അങ്ങനെ നമുക്കും ആ എണ്ണ നമ്മുടെ നാട്ടിലല്ലെങ്കിലും എണ്ണയുടെ ഗുണം അല്ലാഹു തആല നമുക്കും ചെയ്തു തന്നു. അങ്ങനെ അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ നാടുകളിലേക്കും ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി. എല്ലാ മേഖലയും മാറി. അങ്ങനല്ലേ? നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ അന്നത്തെ പ്രായമുള്ള ആളുകൾ എപ്പോഴും ചെരുപ്പിടും? ചെരുപ്പിടല്ലോ. എപ്പോഴും ചെരുപ്പിട്ടാ നടക്കുക? അല്ല, ചെരുപ്പിട്ടല്ല നടക്കുക. അന്ന് ചെരുപ്പിടൽ എപ്പോഴാണ്? നിങ്ങൾ ഉറങ്ങാൻ പോണ സമയത്തോ ബാത്റൂം ടോയ്ലറ്റ് പോകുമ്പോഴൊക്കെ ചെരുപ്പിടുള്ളൂ. അന്നത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 10-12 ആളുകൾ ഉണ്ടാവും, എല്ലാവർക്കും കൂടി ഒന്നാ. ഇന്നൊരു വീട്ടിൽ 4 ആളാണ്, വാപ്പിയും 2 കുട്ടികളും. അവർക്ക് ടോയ്ലറ്റിന്റെ എണ്ണം 8. അന്ന് വീട്ടിൽ 12 ആളാണ്, അവർക്ക് ടോയ്ലറ്റിന്റെ എണ്ണം 1. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ വെറുതെ പറയല്ലോ, സത്യല്ലേ ഇത്? എവിടെ നിന്നുണ്ടായ മാറ്റാൻ നന്നായി ചിന്തിക്കണം. അന്ന് എപ്പോഴും ചെരുപ്പിടൂല. അന്ന് നമ്മളെ വീടിന്റെ അകത്തളങ്ങളൊക്കെ ഒന്നുകിൽ കരി തേക്കുക ചെയ്യാം അല്ലേ? ഞാൻ പറഞ്ഞ ഏതെങ്കിലും തെറ്റാണെ പറഞ്ഞു തരണം അല്ലേ? കരി തേക്കും, അല്ലെങ്കിലോ നല്ല ചുവന്ന മണ്ണ് കലക്കിയിട്ട് തേക്കുക ചെയ്യാം. ഞാനിത് അന്ധകാലത്തെ വർത്താനം പറയില്ല. ഒരു 10-40 കൊല്ലം കൊണ്ട് 10-30 കൊല്ലം കൊണ്ട് നമുക്കിടയിൽ ഉണ്ടായ മാറ്റത്തെ കുറിച്ച് ചിന്തിക്കും നിങ്ങൾ.
കാര്യമായ ഒരു 20 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനല്ലേ, കരി തേക്കും. എന്നിട്ടോ രാത്രി ഉറങ്ങണ സമയത്ത് ഈ കരിയിൽ ചവിട്ടി കാലിലാവാതിരിക്കാൻ വേണ്ടി കാല് കഴുകിയിട്ട് ചെരുപ്പ് ചവിട്ടിയിട്ട് നേരെ പായയിലേക്ക് പോകും. അതുവരെ ചെരുപ്പ് എടുക്കുക. അല്ലാത്ത സമയത്തൊന്നും ചെരുപ്പ് കിട്ടില്ല. എന്താ ചെരുപ്പ് ചവിട്ടാതിരിക്കാൻ കാരണം? സ്ഥിരമായി എങ്ങനെ ചെരുപ്പ് വാങ്ങാനുള്ള പൈസ പോലെ കയ്യിലില്ല. അതിനുള്ള പണം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. എന്തിനേറെ, ഒരുപാട് ആളുകളെ ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്, അവർ കുപ്പായമിടാറുണ്ടായിരുന്നില്ല. എനിക്കങ്ങൾക്ക് തോന്നി ചിലപ്പോൾ 98 വയസ്സൊക്കെ അയാൾക്ക് ആയിട്ടുണ്ടാവും. 98 ഇല്ല, 48 വയസ്സേ ആയിട്ടുള്ളൂ. 48 വയസ്സുള്ള എൻ്റെ ചെറുപ്പകാലത്ത് കുപ്പായിടാത്ത മനുഷ്യന്മാരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പ്രായമുള്ള ഉപ്പമാർ അവരുടെ ചെറുപ്പകാലത്ത് കുപ്പായിടാത്ത എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ടാകും. അന്ന് 1-2 കൂട്ട് ഡ്രസ്സാ ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മുട്ടിയറ ശുഹദാക്കൾ എന്ന് പറയുന്ന ശുഹദാക്കളുണ്ട്. ബ്രിട്ടീഷുകാരോട് പോരാടി ഷഹീദായവരാണ്. എന്താ അറിയോ എങ്ങനെയാണ് ഇതിനുള്ള ആ കലാപം ഉണ്ടായതെന്നറിയോ? ആ കലാപത്തിന്റെ ഒരു കാരണം പറയുന്നത് എന്തു ചെയ്തു എന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച ജുമഅക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കി ആറിയിട്ടിരിക്കുകയാണ് ആ പ്രദേശത്തുകാർ. വസ്ത്രം മാറിയിട്ടതാണ്. എന്തേ കാരണം? ആകെ 2 തുണിയുള്ളൂ. ഒരു തുണി ഉടുക്കും, ഒരു തുണി പുതക്കും. ഈ ഉടുത്ത തുണി അലക്കണമെങ്കിൽ പുതച്ച തുണി ഉടുക്കണം. എന്നിട്ട് ഈ ഉടുത്തത് അലക്കിയിട്ട് അത് ഉണങ്ങിയിട്ട് വേണം രണ്ടാമത് ഈ പുതച്ചത് അലക്കിയിട്ട് വീണ്ടും അത് ശരീരത്തിലിടാൻ. ഉടുതുണിക്കും മറുതുണി ഉണ്ടായിരുന്നില്ല. എന്നിട്ടോ ഈ വസ്ത്രങ്ങളിൽ, ആറിയിട്ട വസ്ത്രങ്ങളിൽ നജസാക്കി ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ട് അത് മലിനമാക്കി. അങ്ങനെ വർഗീയമായ കലാപമുണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അങ്ങനെയാണ് മുട്ടിയറ യുദ്ധമുണ്ടാകുന്നത്. ആ യുദ്ധത്തിൽ ഷഹീദായവരുടെ ശുഹദാക്കളുടെ ഖബറുകൾ ഉണ്ടവിടെ. മുട്ടിയറ ശുഹദാന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ കാരണങ്ങളിലെ ഒരു കാരണം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഞാനത് എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, ഉടുതുണിക്കവർക്ക് മറുതുണി ഉണ്ടായിരുന്നില്ല. അന്നത്തെ അവസ്ഥയോ? ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു കണികളെ. ഈ ആഴ്ച ഒരു കല്യാണം, അതിനൊരു ഡ്രസ്സ്. അടുത്ത ആഴ്ച വേറെ കല്യാണമുണ്ട്, ആ കല്യാണത്തിന് ഏത് ഡ്രസ്സ് പറ്റൂല. ഈ ആഴ്ച വാങ്ങിയ ഡ്രസ്സ് പറ്റൂല, അതിന് വേറെ ഡ്രസ്സ്. 3-ാം ആഴ്ച വേറൊരു കല്യാണമുണ്ട്, ഈ 2 ആഴ്ച ഇട്ട ഡ്രസ്സും അതിന് പറ്റൂല. അങ്ങനല്ലേ? ഒരു മാസത്തിൽ 4 കല്യാണത്തിന് 4 തവണയും ഡ്രസ്സ് എടുക്കുകയാണ്. ചിന്തിക്കണേ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സുഭിക്ഷത കൈവന്നു ഇല്ലേന്ന് ചിന്തിക്കൂ നിങ്ങൾ. ഈ ആഴ്ച ഒരു സുഹൃത്തിന്റെ കല്യാണം. അപ്പൊ ആ സുഹൃത്തിന്റെ കല്യാണത്തിന് എല്ലാവരും പച്ചക്കുപ്പായം, ചങ്ങായിമാരൊക്കെ പച്ചക്കുപ്പായം. അടുത്ത ആഴ്ച വേറൊരു സുഹൃത്തിന്റെ കല്യാണം, ആ കല്യാണത്തിന് ചങ്ങായിമാരൊക്കെ ഈ പച്ചക്കുപ്പായിട്ടോലെ തന്നെ മഞ്ഞക്കുപ്പായം. ഈ ആഴ്ച ഒരു ഡ്രസ്സ്, അടുത്ത ആഴ്ച വേറെ ഡ്രസ്സ്, 3-ാമത്തെ ആഴ്ച വേറൊരു സുഹൃത്തിന്റെ കല്യാണം, അതിനെല്ലാവരും ചുവക്കുപ്പായം. 4-ാമത്തെ ആഴ്ച വേറൊരു സുഹൃത്തിന്റെ കല്യാണം, അതിന് ഈ ചെറുപ്പക്കാര് തന്നെ എല്ലാവരും കറുപ്പ് കുപ്പായം. ഞാൻ പറഞ്ഞത് ശരിയാണോ? നിങ്ങളെന്താ മിണ്ടാത്ത ആണോ? നിങ്ങൾ ചിന്തിക്കണേ. വളരെ ഗംഭീരമായ ദുസ്സൂചനയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തരുന്നത്. ഹൃദയമുള്ളവരെ ഭയപ്പെടണം, ഹൃദയമുള്ളവരെ ചിന്തിക്കണം, ചെറുപ്പക്കാരെ നമ്മൾ പകർന്നു കൊടുക്കണം. അല്ലാഹു തആല ഓർമ്മപ്പെടുത്താൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സുഭിക്ഷത കൈവന്നു. വീടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്നത്തെ മാർബിൾ എന്ന് പറയുന്നത് കരിയായിരുന്നു. ഇന്നത്തെ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ പോയിട്ട് ഇറ്റാലിയൻ മാർബിൾ നിന്ന് വിട്ടോ. ഇപ്പൊ പുതിയതെന്താ? ഹാരിസ്ക, ഏറ്റവും പുതിയതെന്താ അറിയോ? നിങ്ങളുടെ മാതിരി തന്നെ അറിയില്ല. ഏറ്റവും പുതിയ സാധനം ഏതാ? ഈ വിദേശ മാർക്കറ്റൊക്കെ അറിയുന്ന രീതിയിട്ടാണ് ഞാൻ മുപ്പരോട് ചോദിച്ചത്. അറിയോ? ഇറ്റാലിയൻ മാർബിൾ എന്നൊക്കെ പോയോ? നിങ്ങൾക്കും അറിയില്ല. നിങ്ങളും എൻ്റെ മാതിരി തന്നെ തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കരിവാരി തേച്ചിരുന്ന അല്ലേ, അമുസ്ലിങ്ങളൊക്കെ ചാണകമായിരുന്നവരുടെ വീടിന്റെ ഫ്ലോറായി തേച്ചു പിടിപ്പിച്ചിരുന്നത് മാറിയില്ലേ? എന്തൊരു മാറ്റം! ഏതു മേഖലയിലാ സുഭിക്ഷത കൈവരാത്തത്? ഈ സുഭിക്ഷത കൈവരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? രാജാതിരാജനായ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക്
കൂടുതൽ കൂടുതൽ നന്ദി ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം ഫകഫറത് മക്കക്കാർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചു. നന്ദികേട് കാണിച്ചപ്പോഴോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വഴി അള്ളാഹു അങ്ങ് അടച്ചു കളയുകയും പടച്ച റബ്ബ് നിർഭയത്വം തന്നിരുന്നവരെ അള്ളാഹു പേടിപ്പിച്ചു നിർത്തുകയും അതേപോലെ സുഭിക്ഷത കൈവരുന്നവർക്ക് അള്ളാഹു പട്ടിണി കൊണ്ടവരെ പരീക്ഷിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഖുർആൻ.